നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. സർ, ഇക്കഴിഞ്ഞ 4-ാം തീയതിയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൻതാര ഉദ്ഘാടനം ചെയ്തത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ അദ്ദേഹം സിംഹക്കുട്ടികളെയൊക്കെ ഫീഡ് ചെയ്യുന്നതിന്റെ പിക്ചേഴ്സ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ എന്താണ് ഈ വൻതാര? കാരണം താങ്കൾ FB-യിൽ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ. എന്താണ് ഈ വൻതാര? അതിന്റെ പ്രത്യേകത എന്താണ്? വൻതാര ശരിക്കും പറഞ്ഞ ഒരു അത്ഭുതമാണ്. ഇത് അത്ഭുതം എന്ന് പറയാൻ കാര്യം, നമ്മള് ഈ മൃഗങ്ങളെ സംരക്ഷിക്കുന്നു, അതിനെയൊക്കെ നോക്കി വളർത്തുന്നു എന്നൊക്കെ പറയാറുണ്ട്. അത് നമ്മുടെ ലോകം മുഴുവനുള്ള മനുഷ്യന്റെ ഒരു നയമാണ്. എല്ലാ സർക്കാരുകളുടെയും നയമാണ്, മിക്കവാറും എല്ലാ സർക്കാരുകളുടെയും. നമ്മുടെ നാട്ടില് ഇതുവരെ അത് ചെയ്തിരുന്നതെന്ന് പറയുന്ന സർക്കാരാണ്. സർക്കാർക്ക് നമ്മുടെ ഡെവലപ്മെന്റ് അതോറിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് സർക്കാർ ഉടമസ്ഥതയിലുള്ള ധാരാളം സൂകളുണ്ട്, അല്ലെ, മൃഗശാലകളുണ്ട്. പൊതുവെ സർക്കാർ മാത്രമാണ് ഇവയെ നോക്കി വളർത്തുന്നത്. എന്നാൽ ഈ നമ്മുടെ അംബാനിയുടെ മകൻ, അവർക്കൊരു ജാംനഗർ എന്നാണ്, ഗുജറാത്തിലെ ജാംനഗറിൽ ഒരു വലിയ റിഫൈനറി ഉണ്ട്. ഒരു വലിയ റിഫൈനറി എന്ന് പറഞ്ഞാൽ ലോകത്തെ 2ാമത്തെ വലിയ റിഫൈനറി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന് ചുറ്റിനും ഒരു നിർബന്ധമായിട്ടും ഈ റിഫൈനറി ഇപ്പോൾ പുതിയ നിയമങ്ങൾ അനുസരിച്ച്, പരിസ്ഥിതി സംവിധാനം അനുസരിച്ച് അതിന് ജനങ്ങളുമായിട്ട് ഒരു അകലം പാലിക്കുകയും അതിന് ചുറ്റിനും ഒരു ഗ്രീൻ ബെൽറ്റ് വേണമെന്നൊരു കമ്പൽസറി റൂളുണ്ട്. അപ്പൊ ഈ ഗ്രീൻ ബെൽറ്റിനെയാണ് അദാനിയുടെ ഈ അനന്ത് അംബാനി എന്ന് പറയുന്ന ഇയാളുടെ, എനിക്കൊന്ന് 2ാമത്തെ മകനാണ്, ഇതിനെ ഏറ്റെടുക്കുകയും അവിടെ ഒരു മൃഗസംരക്ഷണ കേന്ദ്രം, ഇതൊരു വെറും മൃഗശാലയല്ല, ഒരു അത്ഭുതമാണ്. ആ മൃഗങ്ങളെ രക്ഷിക്കുവാനും അവരെ സംരക്ഷിക്കുവാനും വേണ്ടിയുള്ള ഒരു വലിയ പ്രോജക്റ്റാണ്. ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അതൊരു 3000 ഏക്കർ പരന്നു കിടക്കുന്ന ഒരു വലിയ ഗ്രീൻ ബെൽറ്റാണ്. അവിടെ പ്രധാനമായിട്ടും മുറിവേറ്റ, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്തെവിടെ നിന്ന് ഇങ്ങനത്തെ വളരെ നമ്മൾ അവരുദ്ദേശിക്കുന്ന മൃഗങ്ങൾക്ക് മുറിവേറ്റാലും അവിടെ കൊണ്ടുവന്ന് അവയെ ചികിത്സിച്ച് സംരക്ഷിച്ച് കാത്തുരക്ഷിക്കാനുള്ള ഒരു വലിയ വലിയ സംവിധാനം ലോകത്ത് തന്നെ ഇത്രയും വലിയ ഒരു മൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനം ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 43 ഇനങ്ങളിലായി 2000-ഓളം മൃഗങ്ങളെയാണ് ഇവിടെ സംരക്ഷിക്കുന്നത്. ഇതുവരെ ജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടില്ല. അപ്പൊ ജനങ്ങൾക്കായി തുറന്നു കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിനെപ്പറ്റി ഇതുവരെ കണ്ടിട്ടില്ലാത്തത്. ഇപ്രാവശ്യം ഈ മാർച്ച് 5-ാം തീയതി നമ്മുടെ പ്രധാനമന്ത്രി പോയി അത് ഇനോഗ്രേറ്റ് ചെയ്തപ്പം അദ്ദേഹത്തിന്റെ യൂട്യൂബില് ഒരു വീഡിയോ, ഒരു 7 മിനിറ്റുള്ള ഒരു വീഡിയോ അദ്ദേഹം റിലീസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരും അതൊന്ന് പോയി കാണണം. ഒരു പ്രൈവറ്റ് സ്വകാര്യ ഒരു സ്വകാര്യ നേതൃത്വത്തിൽ, സ്വകാര്യ സംരംഭമായിട്ട് മൃഗങ്ങളെ, അതിനകത്ത് അവർക്ക് ഒരു ലാഭവുമില്ല. ഈ മൃഗങ്ങളെ സംരക്ഷിക്കുന്ന പരിപാടി ഞാൻ പറഞ്ഞ പബ്ലിക്കായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല. തുറന്നു കൊടുക്കുമെന്ന് തന്നെ എനിക്ക് സംശയമാണ്. കാര്യം അത് അങ്ങനല്ല. അതിന്റെ ബിക്കോസ് ഈ മുറിവേറ്റ മൃഗങ്ങളെ സംരക്ഷിക്കുന്ന സ്ഥലത്ത് അങ്ങനെ പബ്ലിക്കിന് ഓപ്പൺ ആയിട്ട് തുറന്നു കൊടുക്കാൻ പറ്റുമോ എന്ന് സംശയമാണ്. അവരുടെ CSR എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഒരു നിയമമുണ്ട്. 1000 കോടിക്ക് മുകളിൽ വരുമാനമുള്ള ഏത് വ്യവസായവും അതിന്റെ 1% കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്കായിട്ട് മാറ്റി വെക്കണമെന്ന് ഇന്ത്യയിൽ ഒരു നിയമമുണ്ട്. 1%, അതോ 2%, എനിക്ക് ചെറിയ സംശയമുണ്ട് ഇപ്പം. എന്തായാലും നമ്മുടെ റിലയൻസ് ഗ്രൂപ്പിനെ സംബന്ധിച്ചുള്ള അത് വളരെ വലിയ ഒരു എമൗണ്ട് ആണ്. അതിനെ ഇത്ര ഭംഗിയായിട്ട് അയാളുടെ ഒരു മകൻ തന്നെ അതിനെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നത്, അത് എന്താണെന്നുള്ളത് ഈ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഇപ്പൊ തന്നെ പോയിട്ട്, ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് നരേന്ദ്രമോദിയുടെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ ആ വീഡിയോ കാണണം. 1. 2, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം കുറെ പിക്ചറുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് രസമായിട്ടുള്ള പിക്ചറുകളാണ് അത് കാണുന്നത്. അപ്പോ ഇത് ആരെയൊക്കെയാണ് ഇത് നമ്മുടെ ആന, കുതിര, കടുവ, സിംഹം, എല്ലാം നമ്മളെ സാധാരണഗതിയിൽ എന്താണ് നമുക്ക് കാണാനും, അല്ലെങ്കിൽ എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്നാണ് കറക്റ്റ് പറയുക. അതായത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വളരെ റെയർ ആയിട്ടുള്ള ഏത് മൃഗങ്ങൾക്കും ഒരു പ്രശ്നം വന്നാൽ അവർ സംരക്ഷിക്കും. ഇത് ഏറ്റവും വലിയ ലോകത്തെ ഒരു വലിയ ആശുപത്രിയും തന്നെ അതിന്റെ കൂടെ ഉണ്ട്. എങ്ങനെയാണ്? 1,00,000 ചതുരശ്ര അടിയിലാണ് മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ആശുപത്രി അവർ സൗജന്യമായിട്ട് ഇപ്പൊ നടത്തുന്നത്. അതിനകത്ത് നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഈ വീഡിയോയിൽ അതിന്റെ ചില സീനുകളൊക്കെ കാണാം. അവിടെ MRI ഉണ്ട്, CT സ്കാൻ ഉണ്ട്. ഏത് മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള MRI ഉണ്ട്, CT സ്കാൻ ഉണ്ട്, എക്സ്റേ ഉണ്ട്, അൾട്രാസൗണ്ട് ഉണ്ട്, ICU ഉണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള
ഒരു വലിയ ആശുപത്രിയാണ് മൃഗങ്ങൾക്ക് വേണ്ടിയുള്ളത്. ഇനി മൃഗങ്ങൾക്ക് ഈ ഓരോ മൃഗത്തെ അവിടെ സംരക്ഷിക്കുന്ന അതാതിന്റെ വ്യവസ്ഥയിലാണ്, അതായത് ജീവവ്യവസ്ഥ എന്ന് പറയും. ഇപ്പൊ ഈ നമ്മൾ ഒരു ചിമ്പാൻസിയെ, ആഫ്രിക്കയിലുള്ള ഒരു ചിമ്പാൻസിയെ വിളിച്ചിട്ട് നമ്മുടെ ഇവിടുത്തെ തിരുവനന്തപുരത്ത് മൃഗശാലയുണ്ട്, അവിടെ പോയിട്ട് അവിടെ ഒരു 4 ആളുകൾക്ക് കാണാൻ വേണ്ടി ഒരു 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 റൂമിനകത്ത്, ഒരു 100 സ്ക്വയർ ഫീറ്റ് ഉള്ള റൂമിനകത്ത് കൊണ്ടിടുന്നത് സത്യം പറഞ്ഞാൽ അതിനെ തടവിലാക്കുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോ മൃഗങ്ങളെയും അതാതിന്റെ ഒറിജിനൽ ആവാസ വ്യവസ്ഥയിൽ സംരക്ഷിക്കും. അപ്പൊ ആനകൾക്ക് വെള്ളം വേണം, ആനകൾക്ക് കിടക്കാൻ വേണ്ടി ഒരു പൂളുണ്ട്, കുളിക്കാനുള്ള ഒരു പോണ്ടുണ്ട്, ഒരു ജക്കൂസി പോലും ഉണ്ട്, ആനകൾക്ക് വേണ്ടിയുള്ള ജക്കൂസി. അപ്പൊ അങ്ങനെ ആ ലെവലിലാണ് അവിടുത്തെ കാര്യം. അത് കാശുള്ളവനെ പറ്റുള്ളൂ. മാത്രമല്ല ആയുർവേദ ചികിത്സയുണ്ട്. അപ്പൊ മോഡേൺ ചികിത്സ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, MRI, CT സ്കാൻ. മാത്രമല്ല ലോകത്തൊരിടത്തും കിട്ടാത്ത മൃഗങ്ങൾക്ക് സംരക്ഷിക്കാൻ, ഇപ്പൊ നമുക്കൊക്കെ തന്നെ പണ്ട് നമ്മുടെ ആയുർവേദത്തില് മനുഷ്യർക്കുള്ളതുപോലെ തന്നെ എന്ന് പറയുന്ന മൃഗങ്ങളുടെ ആരോഗ്യത്തിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. എന്താ അങ്ങനെ എന്തോ ഒരു പരിപാടി പറയാം. അതായത് ആനകളെ സംരക്ഷിക്കുന്നതിന് പോലും അതിനെന്താ അതിന്റെ പേര്, ഒരു പ്രത്യേക പേരുണ്ട്, മാതംഗ ശാസ്ത്രം എന്താണ് അതിന്റെ പേര്. അപ്പൊ അതുവരെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ഇതിപ്പോ എന്താണ് ഇവര് ചെയ്യുന്നത്? കാശുള്ളവർക്ക്, ഞാൻ ഇന്ന് രാവിലെ ഫേസ്ബുക്കിൽ എഴുതിയ കാര്യം പറഞ്ഞു, ഈ അടിക്കാൻ അറിയാവുന്നവന് വടി കിട്ടണമെന്നില്ല, ഈ കാശുള്ളവന്റെ മനസ്സ് നല്ലതാണോന്നില്ല, ഈ മനസ്സുള്ളവന് നല്ല മനസ്സുണ്ടാവണവന് കാശുണ്ടാകണമെന്നില്ല. പക്ഷെ ഇഷ്ടം പോലെ കാശുള്ളവന് നല്ല മനസ്സുണ്ടെങ്കിൽ പല നല്ല കാര്യങ്ങളും സംഭവിക്കും. അതിലൊന്നാണ് ഈ ആനന്ദ് അംബാനിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പറഞ്ഞ ഒരു വലിയ സംഭവം. ഇത് കാണേണ്ടത് തന്നെയാണ്. ഇതെന്തെങ്കിലും ഒരു കാലത്ത് പിന്നെ പബ്ലിക്കിന് തുറന്നു കൊടുക്കുമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അവിടെ പോയി അത് കാണണമെന്ന് എനിക്ക് ലോകത്ത് അങ്ങനെ ഇപ്പൊ ഒരുമാതിരി ഞാൻ ധാരാളം രാജ്യങ്ങൾ പോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഇത്ര വലിയൊരു ആവേശം ഇപ്പൊ തോന്നിയിട്ടില്ല. ഇത് കണ്ടു കഴിഞ്ഞപ്പോ, ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ അത് എന്തെങ്കിലും തുറക്കുകയാണെങ്കിൽ അത് വലിയ ഒരു സംരംഭമാണെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ വേറൊരു കാര്യം കൂടെ ഇതിനകത്ത് ചർച്ച ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മള് ഒരു ബ്രാൻഡ് അംബാസഡർ എങ്ങനെയാണ് ഒരു സംവിധാനത്തിനെ ജനങ്ങൾക്കിടയിൽ പ്രതിഷ്ഠിക്കുന്നതെന്നും കൂടെ നമ്മൾ ചർച്ച ചെയ്യണമെന്നാണ്. ഇപ്പൊ ഉദാഹരണത്തിന് മൗറീഷ്യസ് ഉണ്ട്, ലക്ഷദ്വീപ് ഉണ്ട്. മൗറീഷ്യസിനോട് കിടപിടിക്കാൻ പറ്റിയ ഒരു രാജ്യമാണ് ലക്ഷദ്വീപ്. ഞാൻ ഈ റീസെന്റ് കൂടെ ഒരു മാസത്തിന് മുന്നേ അവിടുത്തെ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് ബംഗാരം ഐലൻഡാണ്. ആ ബംഗാരം ഐലൻഡ് കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യൻ സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റ്, പണ്ടൊരു പ്രൈവറ്റ് കമ്പനിയുടെ ഹോട്ടൽ ചെയിന്റെ ഭാഗമായിട്ടായിരുന്നു. ഞാൻ ഒരുപാട് 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്യാമ്പ് നടത്താൻ വേണ്ടി ലക്ഷദ്വീപിൽ പോയിട്ടുണ്ട്. ഇപ്പൊ സ്വന്തം കാശ് കൊടുത്ത്, വലിയ കാശാണ്, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇന്ത്യൻ സ്പോർട്സ് കൗൺസിലാണ് നടത്തുന്നത്. ഒരു ദിവസത്തെ റൂമിന് 25,000 രൂപയാണ് അവിടുത്തെ റേറ്റ്. അവിടെ ഭയങ്കര റേറ്റ് ആണ്. എന്നിട്ട് പോലും 3 ദിവസം അവിടെ പോയി താമസിച്ചു. ലോകത്തിൽ ഇത്രയും നല്ലൊരു പറുദീസ ഇല്ല. ഞാൻ ഈ ബ്രാൻഡിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഇതിലോട്ട് വന്നു, അതും കൂടെ പറയാം. അപ്പൊ മൗറീഷ്യസും മാൽഡീവ്സും നമ്മളുമായിട്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. മൗറീഷ്യസും അല്ല, മാൽഡീവ്സും ആണ്. ഞാൻ പറഞ്ഞ പ്രശ്നം ഉണ്ടായ സ്ഥലം മാൽഡീവ്സ്. ഇന്ത്യക്കെതിരെ വലിയ ശക്തമായ ചെറിയ പ്രകടനങ്ങളൊക്കെ അവിടെ ഉണ്ടായി. ഞാൻ മാൽഡീവ്സിൽ പോയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ത്യക്കെതിരെയുള്ള പ്രകടനം. ഞാനിത് കണ്ടിട്ടുണ്ട്, മാൽഡീവ്സിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പോ അദ്ദേഹം ഒരു പണി ചെയ്തു. നേരെ ലക്ഷദ്വീപിൽ ചെന്ന് ഒരു കസേര വലിച്ചിട്ട് ഈ ബംഗാരം ഐലൻഡിൽ കുറച്ച് ഫോട്ടോകൾ, അയ്യോ എന്താണത്, ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുണ്ടെന്നുള്ളത്. അവിടെ വളരെ കുറച്ച് പേരെ, ഈ ഇതുള്ളതുകൊണ്ട് വളരെ കുറച്ച് പേരെ പോകാറുള്ളൂ. പക്ഷേ ആ ഒറ്റ ദിവസം കൊണ്ട് ഇപ്പോഴും ഞാൻ ഈ പറയുന്ന സ്ഥലത്ത്, ഇന്ത്യൻ സർക്കാരിന്റെ സ്ഥലത്ത് 60 കോട്ടേജ് ഉണ്ട്. അത് മിക്കവാറും എല്ലാം ഫുള്ളാണ്. ഇതിനകത്ത് ഇത്രയും ചാർജ് ഉള്ളതുകൊണ്ട് ഇതിനെ കുറച്ച് 17,000 രൂപ ദിവസം ചാർജ് ഉള്ളതുണ്ട്. എന്നിട്ടും അത് മിക്കവാറും ഫുള്ളാണ്. ഇപ്പൊ ടാജ് ഗ്രൂപ്പ് അത് ഏറ്റെടുക്കുകയാണ് ഈ മാർച്ച് മാസം മുതൽ. അപ്പൊ ഇനിയും റേറ്റ് കൂടും. അപ്പൊ ഞാൻ പറയുന്നത്, ഇവർക്കറിയാം ഈ അദ്ദേഹം ഈ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ ചെയ്തപ്പോ ആളുകൾ ഇവിടെ മലയാളികൾ കാക്ക തൂറാനാണെന്ന് വെച്ച് എന്തോരം വരുമാനം ഉണ്ടാക്കണേ. അപ്പൊ അദ്ദേഹത്തിന്റെ, അതായത് പണ്ട് നമ്മൾ ഒരു ബ്രാൻഡായിട്ട് അംബാസഡറായിട്ടൊക്കെ ആരെ വിളിക്കണം, വലിയ സിനിമാക്കാരനെ. ഇന്ന് ഒരു രാഷ്ട്രീയക്കാരനെ ഒരു ബ്രാൻഡ് അംബാസഡറായിട്ട് നമ്മൾ സങ്കല്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇന്ന് മോദി ആ ലെവലിലേക്ക് വളർന്നു എന്നുള്ളതാണ് വലിയ ഒരു അത്ഭുതം. ആ ഒറ്റ ദിവസം കൊണ്ട് മോദി ആ വൻതാര എന്ന് പറയുന്ന സംഭവം ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടു. മാത്രമല്ല ഇന്ത്യയുടെ ഇമേജും വളരെ ഇന്നത്തെ കാലത്ത് ഒരു വ്യവസായം സ്ഥാപിക്കുമ്പോൾ പോലും വളരെ പ്രസക്തമായ സാധനം അതൊരു എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണോ എന്നുള്ളതാണ്.
അപ്പൊ നമ്മള് ഇപ്പൊ അമേരിക്ക ക്ലൈമറ്റ് ഇതിൽ നിന്ന് മാറുകയാണ്. അമേരിക്ക ക്ലൈമറ്റ് പ്രൊട്ടക്ഷൻ കോൺസെപ്റ്റിൽ നിന്ന് മാറുകയാണ്. അമേരിക്കയുടെ ട്രംപ് പറയുന്നത് ഈ പരിസരം ഒന്നും നോക്കിയിട്ടൊന്നും കാര്യമില്ല, പരിസ്ഥിതിയിലൊന്നും കാര്യമില്ല, നമ്മുടെ വ്യവസായം അതാണ് ഏറ്റവും വലിയത് പ്രധാനം. നിങ്ങൾ ക്ലീനർ എനർജി, ബെറ്റർ എനർജി ഒന്നും വേണ്ട, നിങ്ങൾ ഫോസിൽ എനർജി മതി, ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്താണ്, അതിനെതിരെ വലിയ പ്രതിഷേധം ലോകമെമ്പാടും ഉയരുന്ന സമയത്താണ് ഇദ്ദേഹം ഇവിടെ പോയി ഇത് ചെയ്യുന്നത്. അത് ഗവൺമെന്റ് കൊടുക്കുന്ന എൻഡോഴ്സ്മെന്റ് ആണ്. ഒരു പ്രൈവറ്റ്, അതായത് ഇത്രയും വലിയൊരു സാധനം ഒരുപക്ഷെ ഗവൺമെന്റിന് പോലും ചെയ്യാൻ പറ്റില്ല, ഇത്രയും കാശ് മുടക്കി. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി റിലയൻസിന് പോലും, റിലയൻസിന്റെ ബ്രാൻഡ് ഇമേജ് ടോട്ടലി മാറും. ഇന്ന് ഒരു ബ്രാൻഡ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാര്, 20 വയസ്സുള്ളവര്, 30 വയസ്സുള്ളവര്, 35 വയസ്സുള്ളവരൊക്കെ ഒരു പ്രോഡക്റ്റോ ഒരു സർവീസോ തിരഞ്ഞെടുക്കുന്നത് തന്നെ അവര് മനുഷ്യരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ആ കമ്പനി അതെ മനുഷ്യരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ആ കമ്പനി പരിസ്ഥിതിയോട് എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത്, മൃഗങ്ങളോട് എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ടാണ് ഈ യങ്സ്റ്റേഴ്സിന്റെ ഒരു കമ്പനിയെ പറ്റിയുള്ള ഇമേജ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇവര് ചെയ്തിട്ടത് ഇപ്പം അവർക്ക് കാശ് ചെലവില്ലെങ്കിൽ, അല്ലെ കാശ് വരുമാനമൊന്നും അതുകൊണ്ട് കിട്ടുന്നില്ലെങ്കിൽ പോലും റിലയൻസിന്റെ ബ്രാൻഡ് ഇമേജ് ലോകം മുഴുവൻ പല മടങ്ങ് വർദ്ധിക്കും. ഞാനിത് പറയുന്നത് നിങ്ങൾ കേട്ടിട്ട് ചുമ്മാതാണെന്ന് വിചാരിക്കരുത്. പോയി നരേന്ദ്രമോദിയുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഇത് ഒന്ന് കാണണം. എന്താണ് അവിടെ നടക്കുന്നതെന്ന് നിങ്ങൾ ഞെട്ടിപ്പോവും. അദ്ദേഹം സർ, ഞാൻ സിംഹവുമായിട്ടുള്ള ഒരു കാര്യം കൂടി ഒരു ആഡ് ചെയ്തോട്ടെ. ഒരു ആ ഇന്ററാക്ഷൻ ഉണ്ട്. അതെ, പറയും. കാരണം നമ്മുടെ നാട്ടിൽ ഈ കാടും നാടുള്ള അതിർവരമ്പില്ലാതാവുമ്പോ ചില സമയത്ത് ഈ ഭക്ഷണവും വെള്ളവും ഒക്കെ തേടി ജീവികൾ ഇറങ്ങാറുണ്ട്. ഇവിടെ നമ്മളെ മയക്കുവെടി ആ വെക്കും. ഇപ്പൊ മയക്കുവെടി വെക്കുക ആ എന്നർത്ഥം കൊല്ലുക എന്നുള്ളതാണ് അല്ലെ? മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കറക്റ്റ്. രണ്ടാമത്തെ ദിവസം അത് ചരിഞ്ഞു അല്ലെ ചത്തു എന്നാണ്. ഈ ഒരു വ്യത്യാസം അതെ. പെട്ടെന്ന് ആലോചിച്ചു പോയതാണ്. അല്ല, അതിനകത്തൊരു കാര്യമുണ്ട്. എപ്പോഴാണ് വന്യമൃഗങ്ങൾ മനുഷ്യരുടെ ഇടയിലോട്ട് വരുന്നത്? ഒന്നുകിൽ അവർക്ക് വേണ്ട ഭക്ഷണം കിട്ടുന്നില്ല, ആഹാരം കിട്ടുന്നില്ല, വെള്ളം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിന് മുറിവേൽക്കുന്നു. ഈ മുറിവേറ്റം ഞാൻ ഇഷ്ടം പോലെ, ഇപ്പോഴല്ല, വളരെ പണ്ട് കോളേജിൽ നിന്നൊക്കെ പെർമിഷൻ മേടിച്ച് DFOയുടെയും വൈൽഡ് ലൈഫ് വാർഡന്റെ ഒക്കെ പെർമിഷൻ മേടിച്ച് സ്ഥിരമായി കാട്ടി പോകുമായിരുന്നു. ദിവസങ്ങൾ അവിടെ അതിനകത്ത് ഫോട്ടോഗ്രാഫി എക്സ്പെഡീഷൻ എന്ന് പറഞ്ഞ് പോകുമായിരുന്നു. നിങ്ങൾ കാട്ടിൽ ഒരു വലിയ ഗതികെട്ട ജീവി, ഏറ്റവും വീക്കസ്റ്റ് ആനിമൽ എന്ന് പറയുന്നത് നിങ്ങളാണ്, മനുഷ്യനാണ്. ഇതുപോലെ അതെ അവിടെ നമുക്ക് അനങ്ങാൻ പറ്റില്ല. ഒരു മൃഗത്തിന് മുറിവേറ്റാൽ പിന്നെ അതിന് ഇര പിടിക്കാൻ പറ്റില്ല, അതിന് ആരും ഈ 3 നേരം ഫുഡ് കൊണ്ട് കൊടുക്കൂല. അപ്പൊ ഒരു മൃഗത്തിന് മുറിവേറ്റ് പോയി കഴിഞ്ഞാൽ അതിന് ഭക്ഷണം കിട്ടാൻ മാർഗ്ഗമില്ല. അപ്പോഴാണ് അത് ഈസി ആയിട്ട് ഭക്ഷണം കിട്ടുന്ന ഈ കാടിന്റെ എഡ്ജിലോട്ട് കയറി വരുന്നത്. നമ്മുടെ സാധാരണ കെട്ടിയിട്ടിരിക്കുന്ന മൃഗങ്ങളെ പിടിച്ചു തിന്നുന്നത്, മനുഷ്യരെ ആക്രമിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ കാട് സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ ചുമ്മാ പുറത്തോട്ട് ആരും കയറാതെ നോക്കിയിട്ടൊന്നും കാര്യമില്ല. കാട്ടിനകത്ത് അവർക്ക് വേണ്ട വെള്ളം കൊള്ളാൻ അവസരങ്ങൾ ഉണ്ടാക്കണം, ഭക്ഷണത്തിന് പ്രശ്നമുണ്ടെങ്കിൽ ഇതിനൊക്കെയുള്ള വ്യവസ്ഥ ചെയ്യാൻ. അല്ലെ പിന്നെ എന്തിനാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി? യെസ് അവരിന്ന് അകത്ത് കയറുന്ന അവനെ പിടിച്ച് തെറി വിളിക്കാനും അടിക്കാനും അതല്ലല്ലോ. അത് മാത്രമല്ല, അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ നേരത്തെ ലക്ഷ്മി ചോദിച്ചത്, അതിനൊരു കാരണമുണ്ട്. ഈ ലോക രാജ്യങ്ങളിൽ എങ്ങനെയാണ്, ഇപ്പൊ എന്റെ കസിൻ അമേരിക്കയിലുണ്ട്, അയാളുടെ വീട് ഒരു കാട്ടിന്റെ ഒരു അറ്റത്താണ്. സ്ഥിരമായി അവർക്ക് CCTVയില് സ്ഥിരമായി രാത്രി മൃഗങ്ങൾ അവരുടെ മുറ്റത്തൂടെയൊക്കെ പോകും, ഒരു പ്രശ്നവുമില്ല. ഈ കഴിഞ്ഞ ദിവസം എന്റെ തിരുവനന്തപുരത്തെ പട്ടത്തെ വീട്ടിന്റെ കോമ്പൗണ്ടിൽ ഒരു എന്തായാലും പറയാ, ഒരു ഹനുമാൻ കുരങ്ങ് ഞാൻ കണ്ട് ഞെട്ടിപ്പോയി. ഒരു പ്രശ്നമില്ല, അത് വന്ന് ഇങ്ങനെയൊക്കെ എന്തോ ഭക്ഷണം നോക്കി. നമ്മുടെ സാധാരണ കാക്ക ഒരിക്കൽ ഒരു മയിൽ വന്നു. ഞാൻ പറയുന്നത് മൃഗശാലയിൽ നിന്ന് ഒരു 4-5 കിലോമീറ്റർ മാറി അവിടുന്ന് ചാടി വന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെ മൃഗങ്ങളുമായിട്ട് നമ്മള് എന്തായാലും പറയാ, ഒരു ബാലൻസ് വളരെ പ്രധാനമാണ്. അത് നമ്മൾ ഇതുവരെ, അത് നമുക്ക് എന്തെങ്കിലും ഒരു കാലത്ത് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് മൃഗങ്ങളുമായിട്ട് ഒരു താരതമ്യം പ്രാപിക്കേണ്ടത്. അപ്പൊ അതാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സർ.